ലേബർ കോഡ് കരട് വിജ്ഞാപനം കേരളത്തിലും തൊഴിലാളി സംഘടനകളും മുന്നണിയും അറിയാതെ 2021 സംസ്ഥാന തൊഴിൽ വകുപ്പ് വിജ്ഞാപനമിറക്കിയത്. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് കരട് തയ്യാറാക്കിയതെന്നും എന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിക്കാത്തത് എന്നുമാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണം. സർക്കാർ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് CITU നേതൃത്വം നൽകുമ്പോഴാണ് സംസ്ഥാനം കോഡ് നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്. മുന്നണിയിലോ തൊഴിലാളി സംഘടനകളുമായോ ചർച്ച ചെയ്യാതെയായിരുന്നു 2021 വിജ്ഞാപനം പുറത്തിറക്കിയത്. രഹസ്യമായി ഇറക്കിയ കരട് വിജ്ഞാപനത്തിൽ തുടർ നടപടി ഉണ്ടായില്ല. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥ തലത്തിലാണ് കരട് തയ്യാറാക്കിയതെന്നും എന്നാൽ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് തൊഴിലാളി സംഘടനകളെ യോഗത്തിന് വിളിക്കാത്തതെന്നും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. ഇതൊരു കരടായിട്ട് ഒന്ന് തയ്യാറാക്കി വെച്ചു. അത് അങ്ങനെ തന്നെ തയ്യാറാക്കിയ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. കരട് പ്രസിദ്ധീകരിച്ചു എന്നല്ലാതെ അതിനപ്പുറം വേറൊരു നടപടിക്രമങ്ങൾ ഇത്രയും രണ്ട് വർഷമായിട്ട് നമ്മൾ നടത്തിയിട്ടില്ല. അങ്ങനെ അത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം വന്നെങ്കിൽ മാത്രമേ മതിയല്ലോ. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് AITUCയും INTUCയും ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് തലത്തിൽ മന്ത്രി അറിയാതെ, മന്ത്രിമാർ ബന്ധപ്പെടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുപോലെ ചർച്ച നടത്തി പിൻവാതിലൂടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ആക്ടിനെ സംസ്ഥാനത്ത് എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടതാണോ എന്നുള്ളത് കൃത്യമായി അവലോകനം ചെയ്ത് നടപ്പാക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഇത് കേവലം ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്തു പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെയൊരു പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ തീർത്തും നിരുത്തരവാദിത്വപരമാണ്. ലേബർ കോഡിന്റെ കരട് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചെന്ന് CITU ആരോപിച്ചു. കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ കേരളം അംഗീകരിക്കില്ല. ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതിനോ വെട്ടിക്കുറയ്ക്കുന്നതിനോ കേരളം സന്നദ്ധമാവില്ല. ഈ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യം കേരളത്തിലെ ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ അടിയന്തര യോഗം നാളെ ചേരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.